ഉംറത്തുൽ ഖദാ കഴിഞ്ഞ് പോരുമ്പോൾ ഒരു പെൺകുട്ടി നബി തങ്ങളുടെ പിന്നാലെ ഓടി വരുന്നു. ആ പെൺകുട്ടി യാ അമ്മി യാ അം, എൻ്റെ അമ്മാവനെ എന്ന് വിളിച്ച് പുണ്യ റസൂലിന്റെ പിറകിൽ ഇങ്ങനെ ഓടി വന്നപ്പോൾ തങ്ങൾ തിരിഞ്ഞു നോക്കുന്നു. അത് ഹംസ റളിയല്ലാഹു അൻഹു, ഉഹദിൽ ഷഹീദായ നബി തങ്ങളുടെ അമ്മ, അവിടെ തെളാപ്പയായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ്. നബി തങ്ങൾക്ക് വലിയ സന്തോഷമായി. തങ്ങൾ ഒട്ടകപ്പുറത്ത് താഴെ ഇറങ്ങി ആ പൊന്നുമോളെ നബി തങ്ങൾ വാരിയെടുത്തു. ഹംസ റളിയല്ലാഹു അൻഹു ഹിജ്റ വരുമ്പോഴേ കുടുംബം മക്കയിലാണ്. അങ്ങനെ ഒരുപാട് സ്വഹാബിമാരുണ്ടായിരുന്നു. മക്കളെ, കുടുംബത്തെ മക്കയിലാക്കിയിട്ടാണ് അവർ ഹിജ്റ വന്നിട്ടുള്ളത്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഇങ്ങനെ ഓടി വന്ന് അമ്മി അമ്മി എന്ന് വിളിച്ച് നബി തങ്ങളുടെ കൂടെ കൂടിയപ്പോ അലി റളിയല്ലാഹുവിന്റെ അരികത്തുണ്ട്. അലി റളിയല്ലാഹു ഫാത്തിമ ബിവിയോട് പറഞ്ഞു, യാ ഫാത്തിമ ദൂനകി ഇബ്നത അമ്മികി, ഫാത്തിമ നിങ്ങളുടെ പിതൃ സഹോദര പുത്രിയുടെ കാര്യത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മോളെ ഫാത്തിമ നിങ്ങൾ നോക്കണേ. ഇത് നിങ്ങളുടെ മുത്താപ്പയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉപ്പയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയായ ഹംസ തങ്ങളുടെ മോളാണ്. ഇപ്പൊ കുടുംബ ബന്ധം നിങ്ങൾക്കാണല്ലോ, മോളൊന്ന് നോക്കണേ എന്ന് അലി റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞിരിക്കുമ്പോ വേറൊരാൾ ഓടി വരുന്നു. നബിയെ, ആ കുട്ടിയെ ഞാൻ നോക്കിക്കൊള്ളാം, നബിയെ ആ കുട്ടിയെ ഞാൻ നോക്കിക്കൊള്ളാം. അത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. മഹാനായ ജഅഫർ എന്നവരോ അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിതൃ സഹോദര പുത്രിയാണ് ഈ കുട്ടി. അത് മാത്രമല്ല ഖാലതുഹു ഇൻദി, ആ കുട്ടിയുടെ എളാമയായ അസ്മാ ബിൻത് ഉമൈസ് എൻ്റെ ഭാര്യയാണ്. ഇപ്പൊ കുട്ടിയുടെ എളാമ എൻ്റെ അടുത്താ, ഞാൻ നോക്കാം നബിയെ. അപ്പോഴേ വരുന്നു സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, മൂത്തയിലെ ഷഹീദായ നിബിതങ്ങൾ പോറ്റു വളർത്തിയ പുത്രനെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, നബിയെ ഞാനും ഹംസ റളിയല്ലാഹു അൻഹുവും തമ്മിൽ സൗഹൃദ ബന്ധം ഞങ്ങളെ ഇഖ്വാനുകളാക്കിയിട്ടില്ലയോ അങ്ങ്? ഞങ്ങൾ രണ്ടുപേരും സഹോദരങ്ങളല്ലേ? ആഹാ ബൈനൽ അൻസ്വാരി വൽ മുഹാജിരീൻ, ആ കൂട്ടത്തിൽ എൻ്റെ സഹോദരനാണ് ഹംസ തങ്ങള്. അതുകൊണ്ട് എൻ്റെ സഹോദരന്റെ മോളെ ഞാൻ നോക്കിക്കൊള്ളാം നബിയെ, എനിക്ക് വിട്ടുതരൂ. ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടി മൂന്നാളുകൾ മുന്നോട്ട് വരികയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു കുട്ടിയുടെ പിതാവ് മരിച്ചു കഴിഞ്ഞാൽ കുട്ടി യതീമാവുകയാണ്. യതീമായാൽ ആ കുഞ്ഞിനെ ആരാണ് സംരക്ഷിക്കേണ്ടത് എന്ന പ്രത്യേകമായൊരു ബാധ്യത അള്ളാഹുവിന്റെ ശരീഅത്ത് ആരുടെയും തലയിൽ കെട്ടിവെച്ചു കൊടുത്തില്ല. എന്തുകൊണ്ട്? ഒരു കുട്ടിക്ക് ഒരു ഉപ്പ നഷ്ടപ്പെട്ടു പോയാൽ ബാക്കി സമൂഹത്തിൽ നൂറുകണക്കിന് ഉപ്പമാർ ആ കുഞ്ഞിന്റെ ഉപ്പമാരായി മാറണം. ഈ ഒരു കുഞ്ഞിന് വേണ്ടി 3 പേര് തർക്കിക്കുകയാണ്, ഞങ്ങൾ സംരക്ഷണം ഏറ്റെടുക്കാം. എത്രയോ വിധവകളെയും രോഗികളെയും നിരാലംബരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വിഖായുടെ പ്രവർത്തകരോട് ആ ഒരു കുടുംബത്തിന്റെ അത്തരം ഒരു സാഹചര്യത്തിന്റെ വേദന എത്രയാണെന്ന് പറഞ്ഞിരേണ്ട കാര്യമില്ല. ആ കുഞ്ഞ് വലിയ സന്തോഷത്തിലാണ്. പക്ഷെ നബി തങ്ങൾക്കാണെങ്കിലോ 3 പേർക്ക് എങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റും? ഹബീബായ നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, അൽ ഖാലതു ബിമൻസിലത്തിൽ ഉമ്മയുടെ സ്ഥാനത്താണ് എളാമയും മൂത്താമയും കിടക്കുന്നത് എന്ന് നബി തങ്ങളുടെ ആ വാക്കപ്പോഴാണ് വന്നത്. അതുകൊണ്ട് ജാഫറെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, ആ കുട്ടിക്കൊരു എളാമ നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ, നിങ്ങളുടെ ഭാര്യ അസ്മാ ബിൻത് ഉമൈസ്, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. അപ്പോൾ അലി തങ്ങൾക്കും ഇച്ചിരി വിഷമായി, സയ്യിദ് തങ്ങൾക്കും വേദനയായി. അവർക്ക് കിട്ടിയില്ലല്ലോ. ആ ഒരു മനസ്സിന്റെ വേദനയെ കണ്ടില്ല എന്ന് ലോകത്തിന്റെ ഗുരു നടിച്ചില്ല. നമ്മുടെ വിഷയം അതാണ്. ആ ഒരു മനസ്സിനെ നബി തങ്ങൾ കാണുകയാണ്. 3 പേരെയും അരികളിച്ചു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ അലിയാർ തങ്ങളോട് പറയുന്ന വാക്കെന്താണെന്നറിയോ? അലിയേ അൻത മിന്നി വ അന മിൻക, അലിയേ നിങ്ങൾ എന്നിൽപ്പെട്ടവരാണ്, ഞാൻ നിങ്ങളിൽപ്പെട്ടവരാണ്. അലി തങ്ങൾക്ക് വയറ് നിറഞ്ഞു. ഒന്നും വേണ്ട, തങ്ങളല്ലേ ഈ പറയുന്നത്, അൻത മിന്നി വ അന മിൻക, ഞാൻ നിങ്ങളിൽപ്പെട്ടവരും നിങ്ങൾ എന്നിൽപ്പെട്ടവരുമാണ്. ഭയങ്കര സന്തോഷായി. സയ്യിദ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, സയ്യിദുൻ അഖൂനാ വ മൗലാനാ, സയ്യിദ് നമ്മുടെ സഹോദരനാണ്, നമ്മുടെ മൗലയാണ്, നമ്മുടെ ഖാദിമാണ്, എൻ്റെ സഹോദരനുമാണ് സയ്യിദ് ഇബ്നു ഹാരിസ. അപ്പോൾ സയ്യിദ് തങ്ങൾക്കും സന്തോഷായി. അപ്പോൾ ജാഫർ തങ്ങൾ കുട്ടിനൊക്കെ പിടിച്ചിരിക്കുകയാണ്. ജാഫർ തങ്ങളെക്കുറിച്ച് തങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോഴാ നബി തങ്ങൾ അതാ പറയുന്നു, ജാഫറെ അശ്ബഹത ഖൽഖി വ ഖുലുഖി, എൻ്റെ സ്വഭാവവും എൻ്റെ രൂപഭംഗിയും അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ എന്ന് ജാഫർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുമ്പിലിരിക്കുന്ന ആളുകളുടെ മനസ്സിന്റെ വേദനയെ, അവർക്കൊരു വേദനയുണ്ടാകരുത് നമ്മുടെ ഒരു പ്രവർത്തനം കൊണ്ട്, ഒരു വാക്കുകൊണ്ട്. അവർക്കുണ്ടായ വേദനയെ പരിഹരിക്കാനുള്ള ജബർ ചെയ്യാന്നൊക്കെ പറയില്ലേ ഉസ്താദുമാര്, അത് പരിഹരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അങ്ങനെയാണ്.
പൊതുസമൂഹത്തിന്റെ മനസ്സ് നബി തങ്ങൾ വല്ലാണ്ട് ശ്രദ്ധിക്കുമായിരുന്നു.